ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മിഷൻ 7 സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഈ പ്രഭാത ജാഗരണത്തിനായി എടുത്തിരിക്കുന്ന വിഷയം ശബത്ത് ഉടമ്പടി ബന്ധത്തിൻ്റെ അടയാളം. അതിനാസ്പദമാക്കി എടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 17-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ശബത്ത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരടയാളമാകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയത്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യശബത്തിനെ സ്ത്രീ പുരുഷന്മാർ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ദൈവവചനത്തെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 7-ാം ദിനത്തിൻ്റെ ആചരണം തങ്ങളുടെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണെന്ന് നമുക്കേവർക്കും അറിയുമല്ലോ. സൃഷ്ടാവിനെ മനുഷ്യരെയും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഈ പരിശുദ്ധ ദിവസത്തെ ഭൂമിയുടെ ഭരണാധികാരി ഈ കൽപ്പനയെ അപമാനിക്കുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൽ അസ്ഥിരതയ്ക്ക് കാരണമാകുന്നു. അതനേകരുടെ വിശ്വാസം തണുത്തു പോകാൻ ഇടവരുന്നു എന്ന് മനസ്സിലാക്കി അതിൻ്റെ അനുസരണക്കേട് തെറ്റായ ഒരു ആത്മീയ ജീവിത ശൈലിയെ അത് കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സഭകൾ ദൈവത്തിൻ്റെ അടയാളത്തെ നിരസിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദൈവ സ്വഭാവത്തെ നിന്ദിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആ സ്ഥാനത്ത് ഇന്ന് ഒരു വ്യാജ ശബത്തിൻ്റെ ഉത്ഭവം ഈ ലോകത്തുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിലൂടെ ദൈവത്തിൻ്റെ ശരിയായ വിശ്രമ ദിവസത്തെ അവർ അലക്ഷ്യമാക്കി കളഞ്ഞു. അതിനെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ത്രീ പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തെറ്റായ ആരാധനാ സംവിധാനത്തെ സ്വീകരിച്ചിരിക്കുന്ന ജനവിഭാഗം അവരുടെ ആരാധനാ സ്വഭാവം കൊണ്ട്, വഷളത്വങ്ങൾ കൊണ്ട് തങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി അടച്ചു കളഞ്ഞവരെ നിർത്തിയിരിക്കുന്നു. നമുക്ക് ചില എഴുത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ അപ്രകാരം ഒരു വിള്ളൽ ഉണ്ടാക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം നമുക്കറിയാം, യഹോവയുടെ വിശുദ്ധ ശബത്തിനെ 7-ാം ദിനത്തിനു പകരം ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിനമായി ആചരിക്കുവാൻ നിർബന്ധിക്കുന്ന നിയമങ്ങൾ വേഗത്തിൽ ഈ ലോകത്ത് പാസ്സാക്കപ്പെടുകയും ആ പ്രതിസന്ധിയെ നേരിടേണ്ടതിന് നമുക്ക് വേണ്ടത്ര പ്രാപ്തി ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആയതുകൊണ്ട് ഈ പ്രയാസ കാലഘട്ടത്തിൽ അതിനെ നേരിടുവാൻ ആവശ്യമായ ഒരു പക്വത, ആത്മീയ വിശ്വാസം, ദൃഢമായ ഒരു വിശ്വാസ്യത പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമ്മളതിനെ ആധികാരികമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ തിരിച്ചറിയൽ പ്രത്യേകത എന്ന് പ്രധാനമാകുന്നത് അത് ദൈവത്തിൻ്റെ വിശുദ്ധ ശബതാണ്. സത്യം അറിയുന്ന ആർക്കും ഒരിക്കലും സാഹചര്യത്തെ അധൈര്യപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് ലോകത്തെ ഉണ്ടാക്കി 7-ാം നാളിൽ വിശ്രമിച്ചു എന്നത് എല്ലാ രാജ്യങ്ങൾക്കും, വംശങ്ങൾക്കും, ഭാഷകൾക്കും, സകല ജനങ്ങൾക്കും മുമ്പാകെ സ്ഥാപിക്കപ്പെട്ട ഒരു വ്യവസ്ഥയാണ്. ഇങ്ങനെ ആകാശവും ഭൂമിയും അതിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു താൻ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഒക്കെയും ദൈവം നിവൃത്തനാകൊണ്ട് 7-ാം ദിവസം ദൈവം അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. 7-ാം ദിവസം അവൻ നിവൃത്തനാകൊണ്ട് 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് അതിന് 5:48 മാൻസ്ക്രിപ്റ്റ് 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ ഇങ്ങനെ ഇവിടെ രേഖപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് വായിക്കാം: ദൈവത്തിനും ദൈവജനത്തിനും മധ്യേ ശബത്ത് ഒരടയാളവും ദൈവത്തിൻ്റെ ദയയ്ക്കും കരുണയ്ക്കും സ്നേഹത്തിനും തെളിവുമാണ്.
ലോകത്തിൻ്റെ മതവാദികളിൽ നിന്ന് ദൈവജനത്തെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു ചിഹ്നം കൂടിയാണ് വിശുദ്ധ ശബത്ത്. ദൈവം അവരെ അവരുടെ അനുസരണത്തിൽ അനുഗ്രഹിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ദൈവം അവരുടെ ദൈവമാകുന്നു, അവരെ താൻ ഉടമ്പടി ബന്ധത്തിൽ എടുത്തിരിക്കുന്നു, അനുസരിക്കുന്ന എല്ലാവർക്കും വേണ്ടി തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റും എന്നിവയൊക്കെ ദൈവം സ്വയം പ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രിയ ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആയതുകൊണ്ട് ദൈവമായിട്ടുള്ള ഒരു ഈടാന്ന ബന്ധത്തിൻ്റെ ഉടമ്പടിയാണ് വിശുദ്ധ ശബത്ത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാമോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ദൈവമായിട്ടുള്ള ഈടുറ്റ ബന്ധത്തിൻ്റെ അടയാളമായ ആ വിശുദ്ധ ശബത്ത് കർത്താവേ, അത് അംഗീകരിച്ച് പോകുവാൻ കഴിയുന്ന വിധം അങ്ങ് വരുവോളം അത് അംഗീകരിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ കഴിയുന്ന വിധം ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ദൈവത്തിന് മഹത്വം. എന്നാൽ എത്രയും വേഗം തന്നെ ഈ നിയമത്തിന് ബദലായി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളുള്ള ആരാധനാ നിയമം എത്രയും പെട്ടെന്ന് ലോകത്ത് വെളിപ്പെടുവാനിരിക്കെ, ഒരുപക്ഷെ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ ആ കാലഘട്ടത്തിനെ തരണം ചെയ്യുവാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ ബലം ഞങ്ങൾക്ക് ദൈവകൃപയാൽ ഞങ്ങളെ കർത്താവെ വീക്ഷിക്കുന്നവർക്കും ശ്രവിക്കുന്നവർക്കും ഞങ്ങൾക്കേവർക്കും നൽകി അനുഗ്രഹിക്കണമേ. തിരുനാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ. സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ആമേൻ.